സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന വിഷയം എന്തായിരുന്നു? സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന വിഷയം, ഒരു കാലത്ത് പെണ്ണുങ്ങൾ വീടിൻ്റെ ഉള്ളിൽ മാത്രം കഴിയേണ്ടവരാന്നാണ് പറഞ്ഞത് അല്ലേ? ഇന്ന് നിങ്ങൾ നോക്കി, ഇന്ന് നമ്മളിങ്ങനെ യാത്ര ചെയ്താൽ മുജാഹിദുകളുടെ പള്ളിയാണെങ്കിൽ അവിടെ സ്ത്രീകൾക്ക് സൗകര്യം ഉണ്ടാവും. അവിടെ പിന്നെ സ്ത്രീകൾക്ക് സൗകര്യം ഉണ്ട് എന്ന് എഴുതിയേക്കൂല. സ്ത്രീകൾ അവർക്കുള്ള വഴി ഏതാന്ന് കാണിക്കാനുള്ള ഒരു സൈൻ ബോർഡേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇപ്പറയുന്ന അത്തരം ആളുകളുടെ പള്ളിയോ, ആ പള്ളിയോടനുബന്ധിച്ച് യാത്ര പിത്തരുണ്ടാവും എന്ന് പറഞ്ഞ്, എന്നിട്ടോ ഇവരുടെ വയലുകളിൽ, സ്വലാത്തിൻ്റെ മജ്ലിസുകളിൽ, ദിക്റിൻ്റെ മജ്ലിസുകളിൽ, സിയാറത്ത് ടൂറുകളിൽ അവിടെയൊക്കെ പെണ്ടുപോകുന്നു. അവിടെ ഫിത്തനല്ല. മുജാഹിദുകൾ വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ വയലിൻ്റെ സദസ്സിൽ പെണ്ണ് വരുന്നുണ്ടല്ലോ, അവിടെ ഫിത്തന ഇല്ലല്ലോ, ആ നിബന്ധനയോടെ പെണ്ണ് പള്ളി വന്നാൽ അതിനെ ഹുക്കുമെന്ത് എന്ന് പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് മുജാഹിദുകളുടെ പ്രഭാഷണങ്ങൾ സഹോദരിമാർ വരെ കേൾക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ കേട്ട് മാറ്റമുണ്ടായി. അവർ ടൗണുകളിൽ ചെന്നാൽ മുജാഹിദ് പള്ളി അന്വേഷിക്കാൻ, നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ സമൂഹം മാറുന്നു എന്ന് കണ്ടപ്പോൾ ഉസ്താദുമാർ മാറാൻ തുടങ്ങി, നിർദ്ദേശം കൊടുത്തു. എല്ലാ പള്ളിയോടനുബന്ധിച്ച് ഇങ്ങനെ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം. ശരി, അത്രയായല്ലോ. ഇൻഷാ അല്ലാഹ് ഒരു 8-10 കൊല്ലം കൂടെ കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ചുകൂടി മാറും. ഇവിടത്തില്ലേ, നമ്മളൊരു 10-25 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു എല്ലായിടത്തും ഇങ്ങനെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം പ്രതീക്ഷിച്ചിരുന്നോ? ഇനി ഈ സമൂഹത്തിന് അറിയേണ്ട വേറെ കുറെ കാര്യങ്ങളുണ്ട്. അവിടെ പള്ളിയുടെ അടുത്ത് സൗകര്യപ്പെടുത്തിയ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ആ സ്ഥലത്ത് ആ ഇമാമിന്റെ ശബ്ദം കേൾപ്പിക്കാൻ ഒരു സൗണ്ട് ബോക്സ് വെച്ച് കൊടുത്ത് ആ ഇമാമിനെ ഇവർ പിന്തുടർന്ന് നിസ്കരിച്ചാൽ അതിന്റെ ഹുക്മെന്ത്? ഹറാമാണോ? തെറ്റാണോ? അതുപോലെ യാത്രക്കാരികളല്ലാത്ത സ്ത്രീകൾ അവിടെ വന്ന് നിസ്കരിച്ചാൽ അതിന്റെ ഹുക്മെന്ത്? ഈ സമൂഹം ഇനിയും ആവർത്തിച്ചത് ചോദിക്കണം. ചോദിക്കുമ്പോൾ മാറ്റമുണ്ടാകും. ഉസ്താദുമാർ മാറാൻ നിർബന്ധിതരാകും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇവിടെ പള്ളിയിൽ വരാം എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് മാറ്റമുണ്ടായത്. ഇനി ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഈ രംഗത്ത് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിൽ അനവധി ത്യാഗങ്ങളുടെ ചരിത്രമുണ്ട്. ഞാനതിലേക്ക് വരാം. അതിനു മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം ഈ രംഗത്തൊക്കെ മാറ്റമുണ്ടാക്കി. ഇന്ന് മലയാള ഭാഷ പഠിക്കാൻ പാടില്ല എന്ന് പറയാൻ ഒരു മുസ്ലിമും തയ്യാറാവൂല. ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പാടില്ല എന്ന് പറയാൻ ഒരു മുസ്ലിമും തയ്യാറാവൂല. പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ ഒരു മുസ്ലിമും തയ്യാറാവൂല. എല്ലാവരും മുജാഹിദായി. മുജാഹിദ് അല്ലാത്തൊരു മുസ്ലിം ഇവിടെ കേരളത്തിലില്ല. ഈ വിഷയത്തിൽ ആരായില് പെണ്ണുങ്ങൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് സമസ്തയുടെ പ്രമേയം. സമസ്തന്റെ പ്രമേയം അതാണ്. ഒരൊറ്റ സമസ്തക്കാരൻ കേരളത്തിൽ ആ വിഷയത്തിലുണ്ടോ? ഒറ്റ സമസ്തക്കാരൻ? അതിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ മുതൽ താഴേ തട്ടിലെ ശാഖയിലെ പ്രവർത്തകർ, യൂണിറ്റിലെ പ്രവർത്തകർ ഉൾപ്പെടെ ഒരൊറ്റ സമസ്തക്കാരുണ്ടോ? ഇല്ല. എല്ലാവരും മുജാഹിദായി. മുജാഹിദുകളെ വരെ മുജാഹിദുകളാക്കി. ഇനിയും വിശ്വാസരംഗത്ത് പരിശോധിച്ചാൽ, കർമ്മരംഗത്ത് പരിശോധിച്ചാൽ, മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ മാറ്റങ്ങൾ പരിശോധിച്ച് നോക്കും നമ്മൾ. ആ കൂട്ടത്തിൽ കാണാം, പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഇഷാ മഗ്രിബിൻ്റെ ഇടയിൽ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇഷാ വരെയുള്ള ആ സമയത്ത് നമ്മുടെ നാട്ടിൽ എന്തായിരുന്നു പാരായണം ചെയ്തിരുന്നത്? കുറെ മാല കിതാബുകൾ, കുറെ സബീനന്റെ ഏടുകൾ. സബീന എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാത്രം കഴുകുന്ന പൊടിയല്ല കേട്ടോ, അതല്ല. സബീന എന്ന് പറഞ്ഞാൽ ഈ പല വക മൗലിദ്, 66 വക, 33 വക, 333 വക, 6666 വക, 7777 ഒക്കെ ഫാൻസി നമ്പറാണ്, ഓർത്തിക്കാൻ സുഖമാണ്. അങ്ങനെ നമ്പറാണ്. ഈ ഇതിൽ എന്തെല്ലാം കള്ള കഥകളെന്നറിയോ? ഇതങ്ങനെ എന്ത് ചെയ്യും? ഇത് അവിടെ പ്രചരിപ്പിക്കാൻ. ഈ സാധന കുത്തി നിറച്ച ഏടുകളാണ് ഈ പറയുന്ന സബീനന്റെ ഏട്. ഇത് പാരായണം ചെയ്യായിരുന്നു ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഇശാ മഗ്രിബിന്റെ ഇടയിൽ. മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ടു. കൂട്ടരെ, അതിൽ അന്ധവിശ്വാസങ്ങളുണ്ട്, കള്ളക്കഥകളുണ്ട്, ഷിർക്കിന്റെ വരികളുണ്ട്. ഈ സമൂഹത്തെ അടിക്കടി ബോധവൽക്കരിച്ചു. അതിന്റെ ഫലമായി കൈയൊഴിക്കാൻ തുടങ്ങി. എത്രത്തോളം
മുസ്ലിയാക്കന്മാര് പറഞ്ഞു, ഈ സബീനന്റെ കിതാബിൽ കാണുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാണെന്ന് വിശ്വസിക്കരുതേ ജനങ്ങളെ എന്ന് ഇത്രയും കാലം അതിനുവേണ്ടി പ്രസംഗിച്ചിരുന്ന മുസ്ലിയാക്കന്മാരുടെ പിന്മുറക്കാർ പറയുന്ന അവസ്ഥയുണ്ടായി. പറയുന്നത് അവിടെ മാറ്റമുണ്ടായി. ഇനി മുഖേന സഹായിച്ചു, അല്ല എന്നെ മുത്തുനബി മുഖേന സഹായിച്ചു എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചു എന്ന് പറഞ്ഞാൽ അദബ് കേടാണ്. അവിടെത്തിയില്ലേ? അല്ല ഉസ്താദെ, ഒരു ചോദ്യം, സിമ്പിളായൊരു ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സഹായിച്ചു എന്ന് പറയൽ അദബ് കേടാണെങ്കിൽ റസൂലെ എന്നെ സഹായിക്കണമെന്ന് പറയൽ അതിലും വലിയ അദബ് കേടാവൂലേ? ഇൻഷാ അല്ലാഹ് ഈ പോക്ക് പോയാൽ വൈകാതെ പറഞ്ഞോളും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മാത്രമല്ല, മാറ്റം കേൾക്കണോ നിങ്ങൾക്ക്? മുജാഹിദ് പ്രസ്ഥാനത്തിന്, നവോത്ഥാന പ്രവർത്തനത്തിന് ഫലമായുണ്ടായ മാറ്റം എന്താണ്? നബിയെ സഹായിക്കണേ എന്നൊരാൾ പറഞ്ഞാൽ അത് നബി സഹായിക്കാനല്ല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഇടപെടണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടണം എന്നതിൻ്റെ അർത്ഥമുള്ളൂ. ഏതുപോലെ? എന്നിട്ട് മൂപ്പര് പേരോട് മുസ്ലിയാരൊക്കെ പറയുന്നൊരു ഉദാഹരണമുണ്ട്. എന്താണ്? എണീക്കാനും കൂടി കഴിയാത്തൊരു വാപ്പ, ഒരു കല്ലെടുത്തേക്കാൻ കഴിയില്ല, പിന്നെ ഈ തേപ്പിൻ്റെ പടവിൻ്റെ പണിയൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു വാപ്പാൻ്റെ അരികെ വന്നിട്ട് മകൻ പറയാണ്, വാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ വീടുണ്ടാക്കാനുള്ള അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഇടപെടണം എന്നാണ്. ഇതേപോലെയാണ് എന്നാണ്. അപ്പം എന്ത് മനസ്സിലായി? അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റസൂലെ എൻ്റെ അസുഖം മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ മാറ്റിത്തരാനുള്ള കഴിവില്ല, ഇടപെടണേ എന്നാണ്. അവിടെ എത്തിയില്ലേ? അതിൽ തന്നെ പ്രശ്നമുണ്ട്. അവിടെ എത്തിയില്ലേ? അത് ചെറിയ മാറ്റാണോ? അല്ല. ഇനി ഇങ്ങനെ പരിശോധിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനമുണ്ടാക്കിയ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ ഫലം, പഴയ കാലത്ത് ഔലിയാക്കന്മാരുടെ പേരിൽ എന്തെല്ലാമാണ് പറഞ്ഞിരുന്നത്, എന്തെല്ലാം കഥകൾ ഇപ്പോഴും പറയുന്നുണ്ട്. ഇപ്പോഴും പക്ഷേ ഇനി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അത്തരം ആളുകൾ പറയാണ്. ഇപ്പോൾ കോഴിക്കോട് മടവൂരിലെ നമ്മളെ CM വലിയ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആ വ്യക്തിയുടെ പേരിൽ, അദ്ദേഹം ഒരു പക്ഷേ മാനസികമായിട്ട് സുഖമില്ലാത്ത ആളാവാം, ആ വഴിക്ക് വിടാം. പക്ഷെ അത് ഔലിയപ്പാപ്പയെ തന്നെ കെട്ടിപ്പിടിക്കാൻ ആരെ പറഞ്ഞു? ഇതാണ് വിഷയം. അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെല്ലാം കഥകളാണ് പറഞ്ഞുണ്ടാക്കിയത്. എന്തും പറയാൻ പറ്റുന്ന നിലക്ക് ചെറിയൊരു ഒരു സംഭവം മാത്രം പറയാം. കുറച്ച് ആൾക്കാർ ഹജ്ജിന് പോവാണ് അത്ര. പഴയ കാലത്ത് കപ്പലിൽ ഹജ്ജിന് പോവാണ്. അപ്പം അന്ന് CM ജീവിച്ചിരിക്കുന്ന സമയമാണ്. അവരിങ്ങനെ കപ്പലിൽ പോകുമ്പോൾ കപ്പൽ സ്റ്റക്കായി നിന്നു. അപ്പോൾ ആ ആളുകൾ കപ്പിത്താൻ്റെ അരികിൽ ചെന്ന്, ക്യാപ്റ്റൻ്റെ അരികിൽ ചെന്നുകൊണ്ട് ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കപ്പലിൻ്റെ ഒരു എഞ്ചിൻ തകരാറിലായിട്ടുണ്ട്, മറ്റൊരു തകരാറിലാവും. ഇത് രാത്രിയാണ് സംഭവം. അത് കേട്ട ഉടനെ ഇവർ റൂമിൽ ചെന്ന് CMൻ്റെ പേര് അൽ-ഫാത്തിഹ ഓതി ദുആ ചെയ്ത് CMനോട് സഹായം ചോദിച്ചു, കഴിച്ചു കൂട്ടി. നേരം വെളുത്തപ്പോൾ കപ്പലതാ പോണ്, ഒരു കുഴപ്പമില്ലാതെ. അപ്പോൾ ഇവർ വീണ്ടും ക്യാപ്റ്റൻ്റെ അരികിൽ ചെന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ ഈ സംഭവം? ആ മൂപ്പർ പറഞ്ഞു, ഇന്നലെ രാത്രി നിങ്ങളെൻ്റെ അടുത്ത് വന്നില്ലേ, ആ വന്ന ശേഷം ഒരാൾ ഇവിടെ വന്നിട്ട് ഹെലികോപ്റ്ററിൽ ഇറങ്ങി. ഹെലികോപ്റ്ററിൽ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെറിയൊരു വടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കപ്പലിൻ്റെ ഒരു എഞ്ചിന് റെഡി, മറ്റേ എഞ്ചിന് റെഡി, എഞ്ചിൻ രണ്ടും റെഡി. അത് മൂല്യാർ വയൽ അത് CM ആയിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു, എത്ര കളവുണ്ടതിൽ. ഒന്ന്, ഈ കപ്പലിൻ്റെ എഞ്ചിൻ തകരാറിലായിട്ട് ഈ മനുഷ്യന്മാർ ആ കപ്പലിൽ നിന്ന് വിളിച്ച് തേടിയത് ഈ കേരളത്തിൽ കരയിലിരിക്കുന്ന CM കേൾക്കണം. ഒന്ന്. എന്നിട്ട് അയാൾക്കൊരു ഹെലികോപ്റ്റർ കിട്ടാം. ഹെലികോപ്റ്റർ ഇന്ന് തന്നെ കിട്ടാൻ എത്ര പ്രൊസീജിയർ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഇത് അന്നാണ്, എന്ന് 10-15 കൊല്ലം മുമ്പത്തെ കഥയാണ് പറഞ്ഞത്. ഇന്ന് തന്നെ ഒരു ഹെലികോപ്റ്റർ കിട്ടണമെങ്കിൽ എത്ര പ്രൊസീജിയർ ഉണ്ട്? അദ്ദേഹത്തെ ഹെലികോപ്റ്റർ കിട്ടണം. അത് ഏതിൻ്റെതാണ്, നേവിയാണോ മറ്റൊന്നും കഥ ചോദ്യമില്ലല്ലോ. അങ്ങനെ അയാൾ അവിടെ വന്നിട്ട് ഇതിൻ്റെ മേലെ വന്നിറങ്ങി ഇങ്ങനെയൊക്കെ ചെയ്യണം. എത്ര കളവ്! ഇത് നമുക്കിത് ചിരിയാ വരുന്നത് പറയുമ്പോഴും കേൾക്കുമ്പോഴും. പക്ഷെ കൗമ ഈമാൻ കൊള്ളാണ്. അതേപോലെ അതേ മനുഷ്യൻ മറ്റൊരു ഒരു ഹോട്ടലിൽ, CM ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിക്കുക, ഭക്ഷണം കഴിക്കുക എന്തോ ചെയ്തു. എന്നിട്ട് ക്യാഷ് കൊടുക്കാതെ ഇറങ്ങിപ്പോന്നു.
ഒരു പക്ഷേ ഞാൻ പറഞ്ഞാൽ മാനസികമായിട്ട് സുഖമില്ലെങ്കിൽ ഇപ്പോൾ അയാൾക്ക് ഇപ്പോൾ അതൊന്നും വിഷയമാവില്ല, കാരണം മാനസികമായിട്ട് സുഖമില്ലാത്ത ആളല്ലേ. ഇത് ഔലിയാനായിട്ട് കെട്ടിപ്പിടിക്കണം, അതാ വിഷയം. അങ്ങനെ പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോന്നപ്പോൾ ഹോട്ടലുകാരൻ പിടിച്ചു. മൂപ്പര് ഡ്രസ്സൊക്കെ അയച്ചു, ട്രൗസർമ മാത്രം നിർത്തി എന്നാണ് പറഞ്ഞത്. അങ്ങനെ തൊട്ടപ്പുറത്ത് കുറേ കല്ലുകൾ ഇങ്ങനെ അട്ടിക്കിട്ടുണ്ട്, അതിൻ്റെ മേലെ ഇയാൾ CM പോയിട്ട് കിടന്നു എന്നാ. അങ്ങനെ കുറച്ച് കഴിഞ്ഞൊരു ലോറി ഡ്രൈവർ വന്ന് അയാൾ ഇവിടുന്ന് ചായ കുടിച്ച് പോകുമ്പോൾ ഇയാൾ CMനെ ലോറി കയറ്റി കൊണ്ടുപോകണം. ആ നേരത്തെ ഈ ഹോട്ടൽ ഡും കത്തിച്ചു. ഏതാ റിമോട്ടൊന്നും അറിയില്ല, അത് കത്തിച്ചു. പം ഇവന്ന് ആലോചിച്ച് നോക്കി, ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിക്കുക, എന്നിട്ട് അതിന് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോരാ. പൈസ ചോദിച്ച ഹോട്ടലുകാരൻ്റെ ഹോട്ടൽ കത്തിക്കുക. ഇതോ വലിയ? ആരാ വലിയ? വലിയ എന്ന് പറഞ്ഞ ആരാണ്? അള്ളാന്റെ ഇഷ്ടദാസനാണ്. ഫർലായ ഒന്നും ഒഴിവാക്കാതെ, ഹറാമൊന്നും ചെയ്യാതെ, സുന്നത്തുകളൊന്നും ഒഴിവാക്കാതെ അങ്ങനെ പരമാവധി അള്ളാന്റെ ഭയന്ന് ജീവിക്കുന്നവരല്ലേ അള്ളാന്റെ വലിയ. അങ്ങനത്തെ ഒരാള് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചായയും കുടിച്ചിട്ട് പൈസ കൊടുക്കാതെ പോരുമോ? ഈ ജാതി കഥകൾ. അതുപോലെ CM എങ്ങാനും കണ്ണ് ചിമ്മിയാൽ ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ കൂട്ടിയിടിച്ച് തകർന്നു പോകും. മൂപ്പരെന്നോ കണ്ണടച്ചു പോയിന്, ഇഞ്ഞൊടുക്ക കണ്ണടക്കണ്, വിമാനങ്ങൾ തകരും. ഇങ്ങനത്തെ കുറേ കഥകൾ. ഈ കഥകൾ ഇങ്ങനെ കൂടിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉസ്താദുമാരിൽപ്പെട്ട ചില ആൾക്കാർ പേരോട് സക്കാഫിയെ പോലെ അലവി സക്കാഫിയെ പോലുള്ള ആൾക്കാർ പറയാൻ തുടങ്ങി, ആ ജാതി കഥ പറയാൻ പാടില്ല, ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കറാമത്തെ കഥ പറയാൻ പാടില്ല. അവിടെത്തിയില്ലേ? കാരണം അത് മുജാഹിദീങ്ങൾ ക്ലിപ്പാക്കുന്നുണ്ട്. മുജാഹിദീങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ എന്താകും കഥ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഇത് നമ്മൾ ഈ ക്ലിപ്പാക്കിയിട്ട് ജനങ്ങളെ കാണിച്ചു കൊടുക്കുന്ന പേടിയോണ്ടായി പറഞ്ഞത്. അപ്പൊ ആ ജാതി ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കഥകൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ പറയാൻ തുടങ്ങി. അവിടെയാണ് ആ സ്ഥാനത്ത് നമുക്ക് ചില കാര്യങ്ങൾ തിരിച്ചു ചോദിക്കാനുണ്ട്. ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കഥകൾ, കറാമത്ത് കഥകൾ പറയാൻ പാടില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ മാലകളിലുള്ള മൗലിദ് കിതാബിലുള്ള കുറെ കഥകളുണ്ട്. അവ എന്ത് ചെയ്യും? റിഫായി മാലയും അതുപോലെ മൊഹീദ്ദീൻ മാല രണ്ടും ഇങ്ങനെ പരിശോധിച്ചാൽ രണ്ടും ഭയങ്കര മത്സരമാണ്. ആരാ ജയിക്കുക വല്ലാത്ത മത്സരമാണ്. കാരണം പിന്നെ മൊഹീദ്ദീൻ മാലയെ പറയുകയാണെന്ത്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോലെ കാട്ടിപ്പറഞ്ഞോവർ. മറഞ്ഞ കാര്യങ്ങൾ ഗൈബ് അറിയും മൊയ്തീൻ ഷെയ്ഖ് എന്നാണ് പറഞ്ഞത്. അറിയോ? ഇല്ല. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ അറിയില്ല. വഹ്യില്ലാതെ ഭാവി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒറ്റ സംഭവം ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കുകയാണ്. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കല്യാണ സദസ്സിലേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. ആ ചെല്ലുമ്പോൾ അവിടെ ഏതാനും ചെറിയ പെൺകുട്ടികൾ, ചെറിയ മക്കള്, അവരിങ്ങനെ പാട്ട് പാടുകയാണ്. അവിടെ പിതാക്കൾ ബദർ യുദ്ധത്തിൽ നടത്തിയ ധീരമായ പ്രവർത്തനങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അവർ പാട്ട് പാടുകയാണ്. ആ പാട്ട് റസൂലുള്ളാഹിയെ കണ്ടപ്പോൾ അവർ ലൈനൊന്ന് മാറ്റി. അവർ പാടി, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി. ഞങ്ങൾക്കൊരു നബിയുണ്ട്, ആ നബി ഭാവിയിലുള്ള കാര്യങ്ങൾ അറിയുന്ന നബിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ ഇവർ പാട്ട് മാറ്റി. അപ്പോൾ റസൂലുള്ളാഹി എന്താ ചെയ്തറിയോ? മക്കളെ, ഇത് പാടരുത്, ഇത് പറയരുത്, നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞില്ലേ, അത് പറഞ്ഞോളി. അമ്മ ഹാദാ ഫലാ തഖൂലുഹു, ഇത് നിങ്ങൾ പറയരുത്. ഫഇന്നഹു ലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ്, ഭാവി നടക്കുന്ന കാര്യം അല്ലാഹുക്കല്ലാതെ അറിയില്ല മക്കളെ, അതുകൊണ്ട് നിങ്ങൾ ഇത് പറയരുത് എന്ന് പറഞ്ഞ് തിരുത്തി. കാരണം ഭാവി അല്ലാഹ്ക്കേ അറിയുള്ളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും വഹി ഉണ്ടെങ്കിലേ അറിയുമായിരുന്നുള്ളൂ. എന്നിട്ട് മൊയ്തീൻ ഷെയ്ഖിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരു ഭാഗത്ത് മൊയ്തീൻ ഷെയ്ഖിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ റിഫായി മാല പരിശോധിച്ചാൽ പറഞ്ഞെന്താ അറിയോ? അതിൽ പറയുന്നത് മൊഹീദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും കൂടെ കുട്ടികളാകുന്ന സമയത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിക്കുമ്പോൾ റിഫായി ഷെയ്ഖ് മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ കണ്ണിൻ പിരിയത്തിന്മേലെ ഒളിച്ചോവർ. അത് ലേശം ഓവർ തന്നെയാണ്. എവിടെ ഒളിച്ചത്? കണ്ണിൻ പിരിയത്തിൻ്റെ മേലെ പോയി ഒളിച്ചു. ആര്? റിഫായി ഷെയ്ഖ്. ആരുടെ? മൊയ്തീൻ ഷെയ്ഖിൻ്റെ. സാധു മൊയ്തീൻ ഷെയ്ഖ് തെരഞ്ഞിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ വാതിൻ്റെ അടുത്ത് നോക്കുന്നുണ്ടാവും, അപ്പുറത്തുള്ള പൊന്തക്കാട് നോക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടാവും. കാണില്ല. ആരത്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ
മനസ്സുള്ള കാണുന്ന ആൾക്ക് ഈ കൺപിരിയത്തിനുള്ളിൽ ഈ ഷെയ്ഖ് ഇവിടെ ഇരുന്നിട്ട് കാണില്ല. അവസാനം കണ്ടില്ല, ഉങ്കൾ വരുവീനൊന്ന് ഷെന്നോവർ, അടുത്ത ഓവർ എന്താണ്, കണ്ടില്ല നിങ്ങൾ വരിയെന്ന് പറഞ്ഞു. അതിൽ പെടുന്ന ടിക് എന്നിട്ട് ചാടി. ആര്? റിഫായി ഷെയ്ഖ്. പര ജയിച്ച് റിഫായി ഷെയ്ഖ്. ആരാ തോറ്റ്? മൊയ്തീൻ ഷെയ്ഖ്. ഈ ജാതി കളിയാണ് ഉള്ളത്. അതാണ് നമ്മളെ കൗമ് വലിയ ഭവ്യതയോടെ ഓതിക്കൊണ്ടിരിക്കുന്നത്. ആട്ടെ, ആ കൂട്ടത്തിലൊരു സംഘം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞത് ഈ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കറാമത്ത് പറയാൻ പാടില്ല എന്നുള്ള ലെവലിലേക്ക് ഇപ്പോൾ ഉസ്താദുമാർ വരുന്നുണ്ട്. അൽഹംദുലില്ലാ. പേരോട് സക്കാഫി, പൊന്മള സക്കാഫി, അതുപോലെ അലവി സക്കാഫി, അങ്ങനെ ഓരോ സക്കാഫിമാർ വരുന്നുണ്ട്. വലിയ സന്തോഷമാണ്. പക്ഷെ അവിടെ ഒരു ചോദ്യം, നിങ്ങളുടെ ഈ മാലപ്പാട്ടിൽ ഈ പറഞ്ഞ സംഗതി ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? അതിൽപ്പെട്ട ഒരു സംഗതിയാണ് റിഫായി ഷെയ്ഖിൻ്റെ ജനനം. റിഫായി ഷെയ്ഖ് ജനിക്കണ എങ്ങനെയെന്നറിയോ? അദ്ദേഹം ഒരു സമരത്തിലാണ്. ആ സമരത്തിൽ എന്താ വെച്ചാൽ, എനിക്കും എൻ്റെ പിന്നാലെ തുടർന്നോർക്കും എന്ത് വേണം? സ്വർഗം തരുകയാണെങ്കിൽ ഞാൻ ഇറങ്ങാമെന്നത്. ഈ ക്രിട്ടിക്കൽ രംഗത്താണല്ലോ സമരം ഉണ്ടാകുക. കുട്ടി ജനിക്കാറായ നേരാണ്, ഉമ്മ പ്രസവിക്കാൻ കഴിയില്ല, വല്ലാത്തൊരു രംഗാണ്. കുട്ടി സമരം. എന്താ സമരം? എനിക്കും എൻ്റെ പിന്നാലെ തുറന്ന ആൾക്കാർക്ക് സ്വർഗം തരികയാണെങ്കിൽ ഞാൻ ഇറങ്ങാം, അല്ലെങ്കിൽ ഇറങ്ങൂല. ഉമ്മ കുടുങ്ങി, അല്ല അതിലേറെ കുടുങ്ങി. അല്ലേ കുടുങ്ങണേ. ഇതിനൊക്കെ പ്രശ്നം അവിടെ അല്ലേ കുടുങ്ങണേ. ഇതിൻ്റെ ഹീറോ ഈ ശൈഖന്മാരാണ്, അല്ല സാധുവാണ്. ഈ സാധനം നമുക്ക് വേണം, വലിച്ചെറിയേണ്ടത്. അൽഹംദുലില്ലാ ഖൗമ് തയ്യാറായി കുറേ. ആട്ടെ, അങ്ങനെ എന്ത് ചെയ്തറിയോ? അവർക്കന്ന് 4 സുവർഗം കൊടുത്താരെ ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നവർ 4 സ്വർഗ്ഗമാണ് കൊടുത്തു. 1 അല്ല 2 അല്ല 4 സ്വർഗ്ഗമാണ് കൊടുത്തു. അപ്പോൾ സുഖപ്രസവം, കുഞ്ഞ് ജനിച്ചു. ക്ലൈമാക്സ് അവിടെ അല്ല കേട്ടോ. അങ്ങനെ ഈ ഷെയ്ഖ് ഇവിടെ വളർന്ന് വലുതായി, വലിയ ഷെയ്ഖായി. അങ്ങനെ മൂപ്പർ ഇങ്ങനെ അതേമാതിരി ഒരു ഗ്രാമത്തിലോ ഇങ്ങനെ പോണ സമയത്തോ മറ്റോ ഒരു നല്ല തോട്ടം കണ്ടു. അപ്പോൾ ഈ തോട്ടം വാങ്ങിയ തരക്കേടില്ല എന്ന് ഷെയ്ഖിനൊരു ആഗ്രഹം. മനുഷ്യനല്ലോ, ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ തോട്ടത്തിൻ്റെ ഒരു ഇസ്മായിൽ എന്നൊരാളുടെ തോട്ടമാണ്. ഇയാളുമായിട്ട് സംസാരിച്ച് വില പറഞ്ഞിട്ട് ഇസ്മായിലാക്ക എന്തായാലും വില കൊണ്ട് ഇങ്ങോട്ട് അടുക്കില്ല, എന്ത് വില പറഞ്ഞാലും തരില്ല. അവസാനം ഇസ്മായിൽ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു, എന്ത്, ദുനിയാവിലുള്ള ഒരു മുതലും ഞാൻ തരില്ല എന്ന്. ഒരു പക്ഷേ കച്ചവടം ഒയ്യാൻ വേണ്ടി പറഞ്ഞേക്കാരം, അതുണ്ടല്ലോ വലിയ വില പറഞ്ഞിട്ട് ഒയ്യാൻ വേണ്ടി. എന്നമാതിരി ദുനിയാവിലൊരു വിലക്കും ഞാൻ ഇത് തരില്ല എന്നാണ്. അപ്പോൾ ആരോടായി പറയുന്നത്? അത് ഇസ്മായിലാക്ക ഓർത്തിട്ടില്ല. ഓപ്പർ എന്ത് ചെയ്തോ? ഷെയ്ഖ് ഈ 4 സ്വർഗ്ഗാണ് കൊടുത്തു. ചെറിയ കുട്ടികളുമാതിരി ചെറിയ സംഗതിക്ക് വേണ്ടി വില പിടിച്ച് എന്തും വേണമെങ്കിൽ ആയിട്ട് കൊടുക്കാൻ തയ്യാറാണല്ലോ. എന്ന മാതിരി ഈ ഷെയ്ഖ് 4 സ്വർഗ്ഗാണ് കൊടുത്തിട്ട് ആ തോട്ടാണ്ട് വാങ്ങി. കൂട്ടരെ, ഈ ദുനിയാവിൽ എന്തുണ്ടെങ്കിലും അത് കൊടുത്തിട്ട് ആ സ്വർഗത്തിലൊരു ഇടം കിട്ടുമെന്നുള്ളൊരു വിശ്വാസി നോക്കുക, ഒരു വലിയ നോക്കുക. ഇയാൾ അതല്ല, 4 സ്വർഗം കിട്ടിയിട്ട് ആ 4 കൊടുത്തിട്ട് ഈ ദുനിയാവിലെ തോട്ടം വാങ്ങി. ഇത് വിശ്വസിക്കണോ? ഇത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഈ ജാതി കുറെ ചോദ്യങ്ങൾ ഇനിയും ഉയരാനുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം നിരന്തരം അതിൻ്റെ ദഅവാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് മാല കൈയൊടിക്കണമെന്നുള്ള ഇടത്തേക്ക് എത്തും. മുസ്ലിയാക്കന്മാർ കുറെ എത്തിയല്ലോ. സബീനന്റെ 7 കാണുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണെന്ന് വിശ്വസിക്കരുതേ ജനങ്ങളെ എന്ന് ഈ സമൂഹത്തോട് മുസ്ലിയാക്കന്മാർ ഉസ്താദുമാർ പറയുന്ന അവസ്ഥ ഉണ്ടായി. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള പോയിന്റിലേക്ക് ഇനിയും സമൂഹം കുറെ വരാനുണ്ട്. അതിശക്തമായി അല്ലാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്, അവരോട് മാത്രമായിരിക്കണം ഇസ്തിഗാസ ചെയ്യേണ്ടത്, അവരോട് മാത്രമായിരിക്കണം കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള ചോദ്യം ചോദിക്കേണ്ടത് എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പോലുള്ള ആയത്ത്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ പോലുള്ള ആയത്തുകൾ ഓതി കേൾപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തെ സമുദ്ധരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പോലെ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹ് പറയുന്നുണ്ടല്ലോ, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും, അല്ലാഹയാണ് നിരക്ഷരരായ ഒരു സമൂഹത്തിലേക്ക്
അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ ഒരാളെ പ്രവാചകനായി നിയോഗിക്കുന്നത്. എന്നിട്ട് ആ പ്രവാചകൻ ചെയ്യുന്ന 4 കാര്യങ്ങൾ: യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ, അൽ കിതാബാകുന്ന ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. വൽ ഹിക്മ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ആ ചര്യയാകുന്ന ഹിക്മ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈ രീതിയിൽ അവരെ പരിവർത്തിച്ചു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാതൃക പിന്തുടർന്നുകൊണ്ട്, നവോത്ഥാനത്തിൽ പ്രവാചകന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഈ രംഗം കൈകാര്യം ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനമായി മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ പറയുന്നത് ഈ പറഞ്ഞ പോലെ അല്ലാഹുവോട് മാത്രമായിരിക്കണം വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് എന്ന തലമാണ്. മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഴയ കാലത്തുകൾ ആലോചിച്ച് നോക്കൂ, എന്തായിരുന്നു നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതി? മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പൂർവ്വകാല പണ്ഡിതന്മാർ എത്രയാണ് ബഹിഷ്കരിക്കപ്പെട്ടത്, എത്രയാണ് കയ്യേറ്റം ചെയ്യപ്പെട്ടത്, എത്രയാണ് ഉപദ്രവിക്കപ്പെട്ടത്. അങ്ങനെയുള്ള കഷ്ടതയുടെ ചരിത്രമാണ് ഈ പ്രസ്ഥാനത്തിനുള്ളത്. അങ്ങനെയാണ് മാറ്റമുണ്ടായത്. ഇന്ന് നമുക്ക് അൽഹംദുലില്ലാ കേരളത്തിൻ്റെ ഏത് പ്രദേശത്ത് നിന്നാലും മിക്കവാറും സ്ഥലങ്ങളിൽ പള്ളികളുണ്ട്, നമുക്ക് നമ്മുടെ യൂണിറ്റുകളുണ്ട്, ആളുകളുണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ ഇങ്ങനൊരു ചരിത്രമുണ്ട്. ആളുകളില്ലാത്തൊരു കാലഘട്ടം, ആളുകളില്ലാത്ത ആൾബലമില്ലാത്തൊരു കാലഘട്ടം, മാത്രമല്ല ഇന്നത്തെ ഭൗതിക സൗകര്യങ്ങൾ സംവിധാനങ്ങളില്ലാത്തൊരു കാലഘട്ടം അത് ഈ പ്രസ്ഥാനത്തിനുണ്ടായിട്ടുണ്ട്. ഇവിടെയുള്ള കാരണവന്മാരായ പ്രായമുള്ള ആളുകൾക്ക് കുറേ പറയാനുണ്ടാകും. അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുത്താൽ അവർ നന്നായി പറയും. അവരുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ രംഗത്ത് അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ ഞാൻ ചില സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ പ്രിയമുള്ളവരെ. നോക്കൂ, നമ്മൾ മലപ്പുറം ജില്ലയിലെ തൃപ്പനച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതിനടുത്ത് മുത്തനൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. അവിടെ CP കുഞ്ഞിമൊയ്തീൻ മൗലവി എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ പണ്ഡിതനുണ്ടായിരുന്നു. കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ ചെന്ന് തൗഹീദ് പറഞ്ഞു കൊടുത്ത ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ പിതാവ് പള്ളിയിലെ ഒരു മൊല്ലാക്കയാണ്. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഖബറടക്കാൻ ആ നാട്ടിലെ പള്ളിക്കമ്മറ്റിക്കാർ സമ്മതിച്ചില്ല. മുത്തനൂരിലെ പള്ളിക്കമ്മറ്റിക്കാർ സമ്മതിച്ചില്ല. വീട്ടുകാർ ആ മയ്യത്ത് അവിടെ പള്ളിമുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചു. കമ്മറ്റിക്കാർ മയ്യത്തെടുത്തിട്ട് വീട്ടിക്ക് തിരിച്ച്, വീട്ടുകാർ വീണ്ടും മയ്യത്ത് പള്ളിയിലേക്ക്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയെന്നറിയോ? 7 ദിവസം. നമ്മൾ ഇന്നത്തെ ഫ്രീസർ സംവിധാനം മറ്റൊന്നുമില്ല, അന്നാണത്. 7 ദിവസം ഒരു മനുഷ്യൻ്റെ മയ്യത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടിടുന്നുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കി. എന്താണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റ്? അള്ളാഹുവോട് മാത്രമായിരിക്കും വിളിച്ചു പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ദീനായി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്, അല്ലേ? എന്നിട്ട് കേസ് മഞ്ചേരി കോടതിയിലെത്തി. ആ കേസുമായി ബന്ധപ്പെട്ടാണ് കോടതിയുടെ ഉത്തരവുണ്ടായത്. ഒരു മുസ്ലിമിന്റെ മയ്യത്ത് മറവ് ചെയ്യുന്നത് ഒരു പള്ളി കമ്മിറ്റിക്കും തടയാനുള്ള അധികാരമില്ല. ഒരു പള്ളി കമ്മിറ്റിക്കും തടയാൻ അധികാരമില്ല എന്ന വിധി വന്നത് അന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിനുണ്ടായിരുന്നല്ലോ നമ്മളെ മാതിരിയൊക്കെ കുടുംബം. ആ കുടുംബത്തിന്റെ സ്ഥിതി എന്താ? ആ മക്കളുടെ മനസ്സൊന്ന് ആലോചിച്ചു. വാപ്പാന്റെ മയ്യത്തെ 6-7 ദിവസം കബറടക്കാതെ നിൽക്കുക. എന്താ വാപ്പ ചെയ്തത്? ഇതോ? ഇങ്ങനെ അങ്ങ് ആലോചിച്ചാൽ ഇതൊക്കെയായിരുന്നു ചരിത്രം. നാൾ വഴിയിലൂടെ കടന്നു വരുമ്പോൾ ഈ തരത്തിലുള്ള കുറേ അനുഭവങ്ങളുടെ സാക്ഷ്യം പറയാനുണ്ട് ചരിത്രത്തിന്. മഹാനായ ഉമർ മൗലവി സാഹിബ്, അദ്ദേഹം തിരൂർക്കാട്ട് താമസിക്കുന്ന സമയത്ത്, നമ്മുടെ ഇന്നത്തെ വാഹന സൗകര്യമില്ലാത്ത കാലമാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? രാത്രി പ്രഭാഷണം കഴിഞ്ഞ്, എവിടെയോ പ്രഭാഷണം കഴിഞ്ഞ് അദ്ദേഹം മലപ്പുറത്ത് വന്നിറങ്ങി. ഏകദേശം ഒരു 14 കിലോമീറ്ററിൻ്റെ അടുത്ത് അവിടുന്ന് തിരൂർക്കാട്ടിലേക്കുണ്ട്. അദ്ദേഹം അവിടെ ഇറങ്ങി. ഇന്നത്തെ മാതിരി ഇഷ്ടം പോലെ വണ്ടിയൊന്നുമില്ല. അദ്ദേഹം എന്ത് ചെയ്തു? കുറേ വരുന്ന വാഹനങ്ങൾക്ക്, ലോറിയും മറ്റു വണ്ടികൾക്കൊക്കെ കൈ കാണിച്ചു, ഒന്നും നിർത്തുന്നില്ല. അവസാനം അദ്ദേഹം പറയാണ്, ഞാൻ നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം
തിരൂർക്കാട്ടേക്ക് നടക്കുകയാണ്. ആ നടക്കുമ്പോൾ പല വണ്ടികൾക്കും കൈ കാണിക്കുന്നുണ്ട്, ഒന്നും നിർത്തുന്നില്ല. അങ്ങനെ കുറച്ച് നടന്ന് കുറച്ചിടത്തിയപ്പോൾ ഒരു ലോറി വരുന്നു. ആ ലോറിക്കും കൈ കാണിച്ചു. ആ ലോറി നിർത്തി. ലോറി ഡ്രൈവർ ലോറി സൈഡാക്കിയിട്ട് ആ ലോറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മൗലവിയോട് പറഞ്ഞു, സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. മൗലവി സലാം മടക്കി. എന്നിട്ട് ചോദിച്ചു, മൗലവി നിങ്ങൾക്ക് എന്നെ അറിയുമോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല. ആ ലോറി ഡ്രൈവർ പറഞ്ഞു, മൗലവി അങ്ങയുടെ പ്രഭാഷണം കേട്ടാണ് എനിക്ക് തൗഹീദ് ലഭിച്ചത് എന്ന്. തൗഹീദിൻ്റെ വെളിച്ചം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അങ്ങയുടെ പ്രഭാഷണം കേട്ടാണ് എന്ന്. മൗലവി എഴുതുന്നുണ്ട്, അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു. അയാൾ കരയുന്നുണ്ടായിരുന്നു, ഞാനും അറിയാതെ കരഞ്ഞുപോയി എന്ന്. എന്നിട്ട് ആ ഉയരമുള്ള ലോറിയിലേക്ക് ആ മൗലവിയെ താങ്ങിപ്പിടിച്ച് കയറ്റിയിട്ടാണ് അദ്ദേഹം അവിടെ കയറ്റി അങ്ങനെ തിരൂർക്കാട്ട് വീട്ടിൽ കൊണ്ടുപോയി ആക്കിയ ശേഷമാണ് ആ ലോറി ഡ്രൈവർ പോകുന്നത്, തൻ്റെ യാത്ര തുടരുന്നത്. ഒരു കാലമാണിത്. രണ്ടത്താണി സെയ്ദ് മൗലവി അദ്ദേഹം പൊന്നാനിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് താൾബലമില്ലാത്ത കാലമാണ്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ പറയുന്ന ചില മുസ്ലിയാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം ശക്തമായ എതിർപ്പുണ്ടായി. അദ്ദേഹത്തെ ആക്രമിച്ചു, അദ്ദേഹത്തിന് വസ്ത്രങ്ങൾ അഴിച്ചു, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മാലപ്പടക്കം ചാർത്തി, എന്നിട്ട് തീ കൊടുത്ത് ഓരോന്നായി പൊട്ടി കഴുത്തിൽ കിടന്നിട്ട് ഓവുചാലിലേക്ക് തള്ളി അദ്ദേഹത്തെ. അങ്ങനെ ആ പരിപാടി അന്ന് നിർത്തിവെക്കേണ്ടി വന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അരികിൽ പിന്നീട് അന്നത്തെ MLA മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കൂടിയായിരുന്ന സഖാവ് ഇമ്പിച്ചി ബാവ അദ്ദേഹം അരികിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, മൗലവി സാഹിബേ, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രസംഗിക്കുക, യുക്തിവാദികൾക്ക് പ്രസംഗിക്കുക, നിരീശ്വരവാദികൾക്ക് പ്രസംഗിക്കുക. ഇത് ഇന്ത്യ രാജ്യമല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം പ്രസംഗിച്ചൂടെ? അതുകൊണ്ട് നിങ്ങൾ ഉടനെ പ്രസംഗിക്കണം, ഞാനും അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് അവിടെ പരിപാടി നടക്കുകയാണ്. സഖാവ് ഇമ്പിച്ചി ബാവയുടെ സദസ്സിലിരിക്കുകയാണ്. ഇദ്ദേഹം ഭംഗിയായി പ്രസംഗിച്ചു. ഉമർ മൗലവി എഴുതുന്നുണ്ട്, അന്ന് ഞാൻ കൊച്ചിയിലായിരുന്നു, അതിലേക്ക് എത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു, എത്താൻ കഴിഞ്ഞില്ല. പിന്നീട് എൻ്റെ പ്രോഗ്രാം അവിടെ സംഘടിപ്പിച്ചു. അന്ന് ഞാൻ ആവേശത്തോടെ അവിടെ വന്ന് പ്രസംഗിച്ചു എന്നൊക്കെ എന്നിട്ട് ഇമ്പിച്ചി ബാവയുടെ വീട്ടിൽ പോയ കഥയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതായിരുന്നു കഥ. ഇതായിരുന്നു നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നൾവഴിയിലൂടെ കടന്നു വരുമ്പോൾ കാണാവുന്ന ചരിത്രങ്ങൾ. അതേപോലെ വെട്ടം അബ്ദുള്ള ഹാജിയും ഈ പറഞ്ഞ സെയ്ദ് മൗലവിയുടെയൊക്കെ പ്രഭാഷണങ്ങൾ. ഒരിക്കൽ മലപ്പുറത്തെ കൽപ്പകഞ്ചേരിയിൽ ഈ സെയ്ദ് മൗലവി പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിന് തലേ ദിവസം വേറെ എവിടെയോ പ്രസംഗം ഉണ്ടായിരുന്നു. അതിൽ അരിശം പൂണ്ട ചില അന്നത്തെ മുസ്ലിയാക്കന്മാർ, ചില ഗുണ്ടകളെന്നോ ഒക്കെ പറയാൻ പറ്റിയ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഈ അടിപിടിയൊക്കെ ഉണ്ടാക്കുന്ന ടീമിനെ അവരെ സെറ്റാക്കിയിട്ട് അങ്ങോട്ട് കൽപ്പകഞ്ചേരിയിലേക്ക് വിട്ടു. അദ്ദേഹത്തിൻ്റെ പരിപാടി നിങ്ങൾ അലങ്കോലപ്പെടുത്തണം, കല്ലെറിയണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവരെ എറിയാൻ വേണ്ടി ചെന്നു. കല്ലും പിടിച്ചിട്ടാണ് നിൽപ്പ്. ആ സമയത്ത് ഓടിച്ചെന്ന് എറിയാൻ പറ്റൂലല്ലോ, എറിയാനൊരു ഗ്യാപ്പ് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ ആയത്തുകൾ ഓതി പ്രവാചക വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടെങ്കിൽ പ്രസംഗിക്കുകയാണ്. ഇവരെ കല്ലിങ്ങനെ മുറുക്കെ പിടിച്ചത് അതിങ്ങനെ അയഞ്ഞു വന്നു. പ്രസംഗം കേൾക്കുന്നവർ ഇതിങ്ങനെ ലൂസായി വന്നു. അവസാനം കല്ലവിട്ടിട്ട് അവരിങ്ങനെ പ്രസംഗം കേൾക്കാൻ നിന്നു. അവസാനം ആ മൗലവിയെ എറിഞ്ഞോടിക്കാൻ വന്ന ആളുകൾ ആ മൗലവിക്ക് അവിടെ വെച്ച് പ്രൊട്ടക്ഷൻ തീർക്കുകയാണ്. അവർക്ക് സംരക്ഷണം നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ എത്ര സംഭവങ്ങൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പാലക്കാട് ഓട്ടുപാറ എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഒരു വാദപ്രതിവാദം നടന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ച CP കുഞ്ഞുമൊയ്തീൻ മൗലവിയും അതുപോലെ തന്നെ TP മുഹമ്മദ് മൗലവി പാലക്കാട്, അതുപോലെ എടവണ്ണ അലവി മൗലവി, ഇവർ 3 പേരുമാണ് മുജാഹിദ് പക്ഷത്തുനിന്ന് വാദപ്രതിവാദത്തിൽ പങ്കെടുത്തത്. ആ വാദപ്രതിവാദം കഴിഞ്ഞ് മുസ്ലിയാക്കന്മാരുടെ മുനകളെ ഒടിച്ച് ആദർശപരമായി പരാജയപ്പെടുത്തി അവരിങ്ങനെ വരികയാണ്. പക്ഷേ അവരെ വഴിയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിലർ ചട്ടം കെട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഗുണ്ടകൾ എന്നൊക്കെ പറയാൻ പറ്റിയ ടീമുണ്ടല്ലോ, ഇവരെ തടഞ്ഞു. ഇവരെ ബലമായി പിടിച്ചു കൊണ്ടുപോയി
ആളില്ലാത്തൊരു വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു. എന്നിട്ട് അതിൽ അവരിങ്ങനെ പുറത്തേക്ക് ജനലിലൂടെ നോക്കുമ്പോൾ അവർ കത്തി ഇങ്ങനെ മൂർച്ച കൂട്ടുകയാണ്. അത്ര കോഴിനിറക്കാനല്ല, ഇവരെ വകവരുത്താൻ. അങ്ങനെ ഇവരെ വകവരുത്താൻ വേണ്ടി വാതിൽ തുറന്ന് വരുമ്പോൾ അവസാനമായിട്ടൊരു ചോദ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും അവസാനമായിട്ട് പറയാനുണ്ടോ, ആഗ്രഹങ്ങൾ വല്ലതും ഉണങ്ങണ്ടാവുമല്ലോ, വല്ലതും ഉണ്ടോയെന്ന് വെച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, ലേശം വെള്ളം വേണം, കുടിക്കാൻ അല്പം വെള്ളം വേണം, അതുപോലെ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ സൗകര്യങ്ങൾ തരണം എന്ന് പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ ഏത് സാമൂഹ്യ ദ്രോഹികളാണെങ്കിലും ഇപ്പം നിസ്കരിക്കാനല്ലേ പോയിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് നിസ്കരിക്കാൻ അങ്ങോട്ട് പള്ളിയിലേക്ക് ഇവരുടെ കാവലിൽ കൊണ്ടുപോവാണ്. ആ പോകുന്ന പോക്കിൽ ഒരു ക്രിസ്തീയ പാതിരി എതിരെ വരുന്നുണ്ട്. അലവി മൗലവി സാഹിബ് ദേശീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളും കൂടിയാണ്. ആ തലത്തിൽ പരിചയമുണ്ട് ഈ പാതിരിക്ക് ഇദ്ദേഹത്തെ. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് പന്തികേട് മനസ്സിലായി, എന്തോ പ്രശ്നമുണ്ട്, ഇവർ പ്രയാസത്തിലാണ് എന്ന് മനസ്സിലായി. അദ്ദേഹം പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്ന് ഇവരെ രക്ഷപ്പെടുത്തുകയും അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് അവർ രക്ഷപ്പെടുകയും ചെയ്തു. ജീവൻ പണയം വെച്ചിട്ടാണ് രംഗത്ത്. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. വിശുദ്ധ ഖുർആൻ്റെ ഒരു ചോദ്യം, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്തുഹുമുൽ ബഅസാഉ വല്ലറാഉ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അല്ലാഹുവിന്റെ ഒരു ചോദ്യമാണ്. അം ഹസിബ്തും, നിങ്ങൾ വിചാരിച്ചോ, അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന്, വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾക്കുണ്ടായ പ്രയാസങ്ങൾ അനുഭവിക്കാതെ സ്വർഗത്തിൽ കിടക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ? മസ്സത്തുഹുമുൽ ബഅസാഉ വല്ലറാഉ, അവർക്ക് പ്രയാസങ്ങളുണ്ടായി, ബുദ്ധിമുട്ടുകളുണ്ടായി. വസുൽസിലു, വിറച്ചുപോയി അവർ, കാറ്റത്ത് ആലിലെ വിറക്കുന്ന പോലെ വിറച്ചുപോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അവർക്ക്. ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു, ഒരു പ്രവാചകനും പ്രവാചകന്റെ കൂടെയുള്ള വിശ്വാസികളും പറഞ്ഞുപോയി, മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം ഇനി എപ്പോഴാണ് എന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അറിയുക, അല്ലാഹുവിന്റെ സഹായം അടുത്ത് തന്നെയുണ്ട്. ഈ ചോദ്യം ഓരോ മുജാഹിദിന്റെയും മുജാഹിദത്തിന്റെയും മനസ്സിലുണ്ടാകണം. നാം തൗഹീദ് സ്വീകരിച്ചവരാണ്, സുന്നത്ത് സ്വീകരിച്ചവരാണ്. അതിൻ്റെ പേരിൽ നമുക്കെന്ത് പ്രയാസമുണ്ടായി എന്ന ചോദ്യം നാം നമ്മോട് നടത്തുക. അതുപോലെ അതിശക്തമായി ഈ ദഅവാ രംഗത്ത് സജീവമായി നിലകൊള്ളുക. എന്നാണ് മരിക്കുക നമുക്കറിയില്ല. മരണത്തിന് മുമ്പായി നമ്മൾ ചെയ്യേണ്ട ദൗത്യം നിർവഹിക്കാൻ സാധിക്കണം നമുക്ക്. ഒരു മനുഷ്യനെങ്കിലും തൗഹീദിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ സാധ്യമായാൽ, അയാൾക്ക് തൗഹീദ് കിട്ടാൻ നിമിത്തമായാൽ, അത് പോരെ നമുക്ക്. നമ്മളൊന്ന് ഇടപെട്ടാൽ ചിലപ്പോൾ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നതാകും, ഒരു വാട്സപ്പിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കൈമാറുന്നതാകും, ഒരു പരിപാടിയുണ്ട്, ഒരു പ്രോഗ്രാം ഉണ്ട്, അതിലേക്ക് വരണമെന്ന് ക്ഷണിക്കുന്നതാകും. നമ്മളൊന്ന് ഇടപെട്ടാൽ എത്ര വലിയ മാറ്റം ഒരു പക്ഷെ ഉണ്ടാകാം. ഞാനൊരു സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പരപ്പനങ്ങാടിയിലെ നമ്മുടെ ഒരു പ്രവർത്തകൻ, അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാഹി പ്രസ്ഥാനത്തേക്ക് വന്ന ആളാണ്. അദ്ദേഹം വന്ന ചരിത്രം നേരിട്ട് പറഞ്ഞു. എങ്ങനെയെന്നറിയോ? അദ്ദേഹം ദീനുമായിട്ടൊരു ബന്ധമില്ല നടക്കുന്ന ആളായിരുന്നു. നിസ്കാരമില്ല, വെള്ളിയാഴ്ച ജുമയക്കടക്കം പോവില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് ജുമേനെ നേരത്തെ ഇറങ്ങിപ്പോവും. എന്നിട്ടോ വേറെ എവിടെങ്കിലൊക്കെ തിരിഞ്ഞു കളിച്ചിട്ട് ജുമേനെ നേരം കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഭക്ഷണത്തിൽ ചെല്ലും. ഇങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ നാട്ടിലെ ഒരു മുജാഹിദ് പ്രവർത്തകൻ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ പള്ളിക്ക്, മുജാഹിദ് പള്ളിക്ക് ഇങ്ങോട്ട് വന്ന് നോക്കി, ഒരാഴ്ച വന്ന് നോക്കി, ഒന്ന് വിളിച്ചതാണ്, ഒന്ന് വന്ന് നോക്കി നിങ്ങൾ. ഞാനില്ല എന്ന് പറഞ്ഞു. ഒരാഴ്ച നിങ്ങളൊന്ന് വന്ന് നോക്കി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ജുമയ്ക്ക് വന്നു. മർഹൂം ഉമർ മൗലവി സാഹിബായിരുന്നു അന്ന് ഖുതുബ അവിടെ. ഇദ്ദേഹം മലയാളത്തിൽ ഖുതുബ ആദ്യമായിട്ട് അന്ന് കേൾക്കുകയാണ്. ഇദ്ദേഹം ഇങ്ങനെ പറയാണ്, ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതിങ്ങനെ കേൾക്കുകയാണ്. ഷിർക്കിനെതിരെ അതിശക്തമായൊരു ഖുതുബ.
ഖബറിൽ നടക്കുന്ന അനാചാരങ്ങളെ കുറിച്ചൊരു ഖുതുബ. കണ്ണിമ വെട്ടാതെന്ന് പറയുന്ന പോലെ ഞാനത് നോക്കി നിന്നു, ശ്രദ്ധിച്ചു. എൻ്റെ മനസ്സ് വല്ലാത്ത, എൻ്റെ മനസ്സ് ഇത്രയും കാലം ദാഹിച്ചത് കിട്ടിയ പോലെ, ഞാൻ എന്തൊക്കെയോ അവസ്ഥയിലായ പോലെ. ഇയാൾ എന്നോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഇരുന്നു, ഭക്ഷണം കഴിക്കാനൊരു മൂടില്ല, എന്തൊക്കെയോ മനസ്സിനെന്തൊക്കെയോ പറ്റി. അപ്പോൾ ഭാര്യ ചോദിച്ചു, എന്തെന്നും പള്ളിയിൽ പോയില്ലേ എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ മനസ്സ് വല്ലാത്ത അവസ്ഥയിലായിരുന്നു. പിറ്റേ വെള്ളിയാഴ്ച ആകാൻ കൊതിക്കുകയായിരുന്നു. പിറ്റേ വെള്ളിയാഴ്ച ഞാൻ ചെന്നു. അന്ന് SM ഐദി തങ്ങളാണ് ഖുതുബ. അന്ന് കഴിഞ്ഞ ആഴ്ച ഉമർ മൗലവി സംസാരിച്ചതിൻ്റെ ബാക്കി എന്ന രൂപത്തിൽ, കേൾക്കുമ്പോൾ അതിൻ്റെ ബാക്കിയായി തോന്നുന്ന രൂപത്തിൽ തൗഹീദ് വിശദീകരിച്ചുകൊള്ള ഖുതുബ. ഞാൻ മാറി ചിന്തിച്ചു, കൂടുതൽ പഠിക്കാൻ തയ്യാറായി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കൂടുതൽ പഠിക്കുകയും മാറുകയും തൗഹീദ് സ്വീകരിക്കുകയും പിന്നെ കുറേ കാലം നിച്ചിൻ്റെ പ്രബോധകനായൊക്കെ ആ നിലയ്ക്ക് പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ്. ആലോചിച്ച് നോക്കൂ, ചെറിയൊരു ഇടപെടൽ. ഒന്ന് നമ്മൾ പള്ളിക്ക് വന്നു നോക്കി എന്നൊരു വിളിച്ചതാണ്. ഇവിടെയുള്ള എല്ലാ മുജാഹിദുകളോടും മുജാഹിദത്തുകളോടും സ്നേഹത്തോടെ ബഹുമാനത്തോടെ പറയാണത്, നമ്മുടെ പ്രസ്ഥാനത്തിൽ ത്യാഗത്തിൻ്റെ ചരിത്രം പറയാണ്ട് കുറേ മനുഷ്യന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ, നേതാക്കൾ, സാധാരണ പ്രവർത്തകർ, അങ്ങനെയുള്ള പണ്ഡിതന്മാർ കുറേ ചെയ്ത വിയർപ്പൊഴുക്കിയതിന് ഫലമാണ് ഇന്നുണ്ടായത്. ഈ തിരിക്കെടാതെ കൈമാറാൻ നമ്മൾ മറ്റു മനുഷ്യർക്ക് ഹിദായത്ത് കിട്ടാൻ അതിനൊന്ന് നമ്മൾ കാരണമാകാൻ, നിമിത്തമാകാൻ കഴിഞ്ഞാൽ വലിയ സൗഭാഗ്യമാകും. ഒരു ജുമുഅക്ക് ഒരാളെ വിളിച്ചു കൊണ്ടുവരുന്നതാകും, ഒരു പ്രോഗ്രാമിന് ഒരാൾ ക്ഷണിക്കുന്നതാകും, സോഷ്യൽ മീഡിയയിലൂടെ ഒന്ന് അറിയിക്കുന്നതാകും. ആ നിലക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്യുക. നമ്മുടെ കുടുംബത്തിൽ ഇപ്പോഴും തൗഹീദ് കിട്ടാത്ത മനുഷ്യന്മാരുണ്ടാകും, അല്ലേ? സുന്നത്തിലേക്ക് കടന്നു വരാത്ത ആൾക്കാരുണ്ടാകും. ആ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാം മറന്നു പോകരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ ഒരുമിച്ച് കൂടിയ പല ആളുകളുടെയും കുടുംബത്തിലെ ജ്യേഷ്ഠന്മാർ, അനിയന്മാർ, ഉപ്പമാർ, ഉമ്മമാർ, ചിലരുടെയെങ്കിലും ഭാര്യമാർ, അതുപോലെ ചിലരുടെയെങ്കിലും മക്കൾ ഇപ്പോഴും തൗഹീദ് കിട്ടാതെ ശിർക്കിൽ കഴിയുന്നവരുണ്ടാകും. ആ മനുഷ്യർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ, അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നാം സമയം കണ്ടെത്തണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഉമ്മ ആദ്യം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. ഈ സ്വഹാബി നിരന്തരം ക്ഷണിക്കും അദ്ദേഹത്തെ, ഉമ്മ സ്വീകരിക്കൂല, വീണ്ടും ക്ഷണിക്കും, സ്വീകരിക്കൂല. ഒരു ദിവസം അദ്ദേഹം ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറെ ചീത്ത പറഞ്ഞു, വല്ലാതെ ചീത്ത പറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ മനസ്സിനെ വേദനിപ്പിച്ചു. തൻ്റെ ഉമ്മയേക്കാൾ താൻ സ്നേഹിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമ്മ ചീത്ത പറഞ്ഞു കേട്ടപ്പോൾ സഹിച്ചില്ല ആ സ്വഹാബിക്ക്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ ചെന്നിട്ട് ഓടിച്ചെന്ന് പറഞ്ഞു, നബിയെ, എൻ്റെ ഉമ്മ ഇപ്പോഴും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഞാൻ പലവട്ടം ക്ഷണിച്ചു, വിളിച്ചു, ഉമ്മ സ്വീകരിച്ചിട്ടില്ല. ഇന്നും ക്ഷണിച്ചു, പക്ഷേ നബിയെ, എൻ്റെ ഉമ്മ അങ്ങയെ കുറെ ചീത്ത പറഞ്ഞു നബിയെ. അതുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് അല്ലാഹ് ഹിദായത്ത് കൊടുക്കാൻ വേണ്ടി ഒന്ന് ദുആർക്കണേ നബിയെ. ജീവിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നിട്ടാണ് പറഞ്ഞു കേട്ടോ, വഫാത്തായി പോയ റസൂലുള്ളാഹിയോടല്ലേ, വഫാത്തായി പോയ റസൂലുള്ളാഹിയോട് അങ്ങനെ പറഞ്ഞാൽ അത് ശിർക്കാണ്. ജീവിച്ചിരിക്കുന്ന റസൂലുള്ളാഹിയോടാണ് പറഞ്ഞത്, ഒന്ന് ദുആർക്കണേ നബിയെ. റസൂലുള്ളാഹി ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹ് അബൂ ഹുറൈറയുടെ ഉമ്മക്ക് നീ ഹിദായത്ത് കൊടുക്കണേ. റസൂലുള്ളാഹി സ്വല്ലം തൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്തല്ലോ. ഈ സന്തോഷത്താൽ അദ്ദേഹം പറയാണ്, ഞാൻ വീട്ടിലേക്ക് ഓടിച്ചെന്നു, മുസ്തബ്ശിറൻ ബിദഅവത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ തൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചല്ലോ എന്നുള്ള സന്തോഷത്താൽ ഞാൻ വീട്ടിലേക്ക് ഓടിച്ചെന്നു. ചെന്നപ്പോൾ വീടിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. എൻ്റെ ഓട്ടത്തിൻ്റെ ശബ്ദം കേട്ട് ഉമ്മ ഉള്ളിന്ന് വിളിച്ചു പറഞ്ഞു, മക്കാനക യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ അവിടെ നിൽക്ക്. ഉമ്മ ഉള്ളിന്ന് വിളിച്ചു പറഞ്ഞു. അദ്ദേഹം പുറത്തു നിന്നു, കാത്തിരുന്നു. ഉമ്മ കുളിക്കുകയായിരുന്നു. കുളി കഴിഞ്ഞ് ഉമ്മ പുറത്തു വന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉമ്മ ഷഹാദത്ത് ചൊല്ലി. ഇതാണ്ട് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ സന്തോഷമായി. അദ്ദേഹം പറയാണ്, ഞാൻ വീണ്ടും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. വഅന അബ്കി മിനൽ ഫറഹ്, സന്തോഷത്താൽ കരഞ്ഞുകൊണ്ട്. നേരത്തെ പോകുമ്പോഴും കരഞ്ഞിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഉമ്മ ചീത്ത പറഞ്ഞതിന്റെ പേരിലായിരുന്നു. എന്നാൽ ഇപ്പൊ കരയുന്നുണ്ട്. അത് സന്തോഷം കൊണ്ടാണ്, സങ്കടം കൊണ്ടല്ല. ഉമ്മാക്ക് ഹിദായത്ത് ലഭിച്ചല്ലോ എന്ന സന്തോഷം കൊണ്ട്. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലേ അങ്ങ് സന്തോഷിച്ചോളൂ, അങ്ങയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകിയിരിക്കുന്നു. എൻ്റെ ഉമ്മാക്ക് ഹിദായത്ത്, ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന്. ഞാൻ പറയുന്നത് ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, അതിശക്തമായി നമ്മുടെ പ്രസ്ഥാനം കടന്നു വന്ന വഴികൾ ഇങ്ങനെയാണെങ്കിൽ ഇനി ഇപ്പോൾ നമ്മുടെ കയ്യിലാണുള്ളത്. അതിശക്തമായി പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുക, ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. ഹിദായത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അവർക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുക. അത് നമ്മോട് കഴിയുന്ന പ്രവർത്തനങ്ങൾ നാം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ നടത്തിയ നിരന്തര പോരാട്ടങ്ങളുടെ കനൽവഴികളിലൂടെ കടന്നു പോന്ന മുജാഹിദ് പ്രസ്ഥാനം, നവോത്ഥാനത്തിൻ്റെ നാൾവഴികൾ പ്രമേയാധിഷ്ഠിത പ്രഭാഷണം നടത്തിയ ഡോക്ടർ മുദീർ മദനിക്ക് പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. ആദർശ അടിത്തറയും തത്ഫലമായ ലക്ഷ്യപ്രാപ്തിയും മാറ്റത്തിന് വിധേയമല്ലെന്ന് ഈ സമ്മേളന നഗരി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അടുത്തതായി ഈ വേദിയിൽ ഖുർആൻ മധുരസാരം, ഖുർആൻ്റെ സൗന്ദര്യ സംഗീതവും പങ്കുവെക്കുന്ന പ്രത്യേക പരിപാടി. അതിനു മുമ്പ് ചുരുങ്ങിയ വാക്കുകളിൽ ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കേണം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് CK പോക്കർ മാസ്റ്റർ നമ്മെ അഭിസംബോധന ചെയ്യുന്നു. അടുത്തതായി ഈ വേദിയിൽ കേണം കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി NKM സെക്കരിയ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ KNM-ൻ്റെ സംഘടനാ സാരഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, നവോത്ഥാനം പ്രവാചക മാതൃക എന്ന